നമസ്കാരം. ഇപ്പോൾ യു എസ് ഇസ്രായേലും ഇറാനിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇന്ന് ട്രംപ് അതിൽ നിന്ന് എന്തെങ്കിലും തലയൂരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അനാലിസിസ് അല്ല നമ്മൾ നോക്കുന്നത് ഈ പ്രവാസികളെ, നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ, അവരെ ബാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഡയസ്പോറ മിഡിൽ ഈസ്റ്റിൽ വളരെ പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഈ ബ്ലൂ കോളർ എംപ്ലോയീസ് എന്ന് പറയും. അത് മെയിനായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലുണ്ട്, ടൂറിസം ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുണ്ട്, ലോജിസ്റ്റിക്സിലുണ്ട്. ഇതെല്ലാം ഈ യുദ്ധത്തെ തുടർന്ന് ഇറാൻ്റെ ആക്രമണം അവര് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് യു എയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള യു എയിൽ, അതുപോലെ സൗദിയിൽ, ഇങ്ങനെയുള്ള അവിടുത്തെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലെല്ലാം ഒരു വലിയ തോതിൽ ഒരു മാന്ദ്യം ഉണ്ടാകുമെന്നും ആ മാന്ദ്യം കാരണം നമ്മുടെ റെമിറ്റൻസ് എക്കോണമിയെ വലിയ തോതിൽ ബാധിക്കുമെന്നും ഇവർക്കൊക്കെ തിരിച്ചു വരേണ്ടി വരുമെന്നൊക്കെ നമ്മൾ ഈ പണ്ഡിതന്മാർ, ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഒരു ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിനെപ്പറ്റി ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താമെന്ന് നോക്കി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ പ്രവാസികളുടെ റെമിറ്റൻസസിനെ ഈ യുദ്ധം എങ്ങനെ ബാധിക്കും. അപ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്നത് 1991 ഗൾഫ് വാർ എന്ന് പറയുന്ന അതായിരുന്നു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഒരു ലുക്കിംഗ് ബാക്ക് ഒരു ഇതുള്ള. അന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ടോട്ടൽ റെമിറ്റൻസ് ഒരു 3000 കോടി രൂപ, 1946 മുതൽ 3000 കോടി രൂപ വരെയൊക്കെയാണ്. അപ്പം ഈ പണ്ഡിതന്മാരുടെ ഒരു പ്രിഡിക്ഷൻ ഇത് വലിയ തോതിൽ കൊളാപ്സ് ചെയ്യുമെന്നും റെമിറ്റൻസിനെ ബാധിക്കുമെന്നും. ഇത് ബാധിക്കില്ല എന്നല്ല, പക്ഷേ ബാധിച്ച് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഇയർ ഏതാണ്ട് 168% വർധനവുണ്ടായത്, 168%. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലത്തിൽ ഒരു ഡിപ്പ് ഉണ്ടായി, ആ ഡിപ്പ് കഴിഞ്ഞിട്ട് ഒരു കുതിച്ചുകയറ്റമുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഡൂംസ് ഡേ പ്രെഡിക്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ എന്താണ് അന്ന് ഉത്തരം പറഞ്ഞത് അത് നമുക്കറിയില്ല. ഈ 91 കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 2008 ആണൊരു ലോക മാന്ദ്യം സംഭവിച്ചത്. നമുക്കറിയാം, മെൽറ്റ് ഡൗൺ എന്നും അമേരിക്കയുടെ വലിയ തോതിലുള്ള സബ്പ്രൈം ക്രൈസിസ് എന്നും മറ്റുമൊക്കെ പറഞ്ഞ് നടന്നത് ലോകത്തെ മുഴുവൻ ബാധിച്ചു, മിഡിൽ ഈസ്റ്റിനെ സ്പെഷ്യലി. കാരണം ഒരു വെസ്റ്റേൺ എക്കോണമിയോട് ടെയിൽ ഓൺ ചെയ്ത നടക്കുന്നൊരു എക്കോണമി എന്നുള്ള നിലയ്ക്ക് നാച്ചുറലി ഒരു മിഡിൽ ഈസ്റ്റ് എക്കോണമിയെ സീരിയസ് ആയിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഏതാണ്ട് 43,000 കോടി രൂപയായി നമ്മുടെ റെമിറ്റൻസ് എക്കോണമി. നമുക്ക് പ്രവാസികൾ അവിടെ ജോലി ചെയ്ത് നാട്ടിലേക്ക് പണം അയക്കുന്ന കേരളത്തിലേക്ക്. അപ്പോൾ അതൊരു കേരളത്തിൻ്റെ GSDP അതിൻ്റെ 30% ഈ റെമിറ്റൻസ് ആയിരുന്നു. അപ്പോൾ മാസീവ് ഒരു റൈസ് പണ്ടത്തെ ഇതിൽ നിന്നുണ്ടായിരിക്കുന്നത് പെട്ടെന്ന് ഈ മാന്ദ്യം കാരണം ഒരു റിസഷൻ പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ റെക്കോർഡ് ഹൈ ആയിട്ട് മുന്നോട്ട് പോയി. ഇതും നമുക്ക് ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ അതിൻ്റെ നമ്പേഴ്സ് ഒന്നും ഇവിടെ വയ്ക്കുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2018 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മുടെ റെമിറ്റൻസ് 85,000 കോടി രൂപ ടച്ച് ചെയ്തു, 85,000 crores. അതായത് 91 ഏതാണ്ട് 1,000 കോടിക്കും 3,000 കോടിക്കും ഇടയ്ക്ക് നിന്നിരുന്നത് 2018 ആയപ്പോൾ ഇത് ഏതാണ്ട് 85,000 കോടി രൂപ, ഏതാണ്ട് GSDPയുടെ 13%. നമ്മുടെ കേരളത്തിനകത്തുള്ള എക്കോണമിയും വളർന്നു. അതൊരു ചെറിയൊരു സ്ലോ ഡൗൺ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ഈ 2018 എന്ന് പറയുന്നത്. അപ്പോഴാണ് കോവിഡ് ഹിറ്റ് ചെയ്തത്. ഈ കോവിഡ് ഹിറ്റ് ചെയ്ത ഉടനെ നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും കൂടെ പറഞ്ഞു,
ഇന്ത്യ ഉൾപ്പെടെ സകല രാഷ്ട്രങ്ങൾക്കും ഇതുകൊണ്ട് സർവനാശമുണ്ടായി. വി റിക്കവറി, യെസ് റിക്കവറി, നോ റിക്കവറി, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ റെമിറ്റൻസ് ആണല്ലോ നമ്മളിപ്പം എടുക്കുന്ന ഒരു ഫോക്കസ് ഏരിയ. ആ റെമിറ്റൻസ് എത്രയായി? 2,16,893. ഈ 2023 ഡബിൾ ചെയ്തു. 5 വർഷം കൊണ്ട് 18 ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 85,000 2,16,000 കോടി രൂപയായി. അതിന്റെ 185% ഇൻക്രിമെന്റ് ആണ് ആ റെമിറ്റൻസിൽ വന്നത്. 150%. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരു 130% ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഇൻക്രിമെന്റ് വന്നിട്ടുണ്ട് ഈ റെമിറ്റൻസിൽ. അപ്പോൾ എല്ലാ ഡിപ്പ് ഉണ്ടാവുമ്പോഴും നമ്മൾക്ക് മനസ്സിലാകേണ്ടത് ഈ ഡിപ്രഷൻ കഴിയുമ്പോഴുള്ള ഒരു കുതിച്ചുകയറ്റമുണ്ട്. ഇതായിരുന്നു ഹിസ്റ്ററി. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ദുബായ് ഇന്ന് ഗോസ്റ്റ് സിറ്റിയാണ്. അബുദാബിയിലെ പ്രശ്നങ്ങളുണ്ട്. ഖത്തറിൽ അനാവശ്യമായി ഈ ഗ്യാസിന്റെ ഏതാണ്ട് 18-20% ഇനി കിട്ടില്ല. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രവാസികളെല്ലാം പെട്ടിയുമായി തിരിച്ചു വരും എന്നുള്ള ഒരു നറേറ്റീവ് ഇപ്പൊ എല്ലാ ഭാഗത്തുനിന്നും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറലി ഇനിയിപ്പോൾ ഇലക്ഷൻ കാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കാവുന്നു, ഇവിടെ നാട്ടിൽ വന്നാൽ ജോലി കൊടുക്കാന്നൊക്കെ ഉള്ള പ്രഖ്യാപനം പഴയതുപോലെയൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ പ്രഖ്യാപനങ്ങളായിട്ട് നിലനിന്നു എന്നുള്ളത് നമുക്കറിയാമെങ്കിലും ഇനി ഇതൊരു ഫ്രീ ബീസ് കൊടുക്കാൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന 2 മുന്നണികളുടെ ഇടയിലാണല്ലോ നമ്മൾ. അപ്പോ ഈ പ്രവാസികളുടെ തിരിച്ചു വരവ്, ബ്ലൂ കോളർ ജോലികൾക്ക് ഈ നാടുകളുടെ ഇവിടുത്തെ ഒരു കമ്മിങ് ബാക്ക്, ഒരു ജോലിയില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ തൊഴിലില്ലായ്മ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന ഇതുണ്ട്. ഇതൊന്നും നടക്കില്ല എന്നൊന്നും അല്ല പറയുന്നത്. ഇത് നടന്നാൽ പോലും ദർ വിൽ ബി എ റിവൈവൽ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പണ്ടത്തെ പോലെ ഈ ഗൾഫിൽ നിന്ന് വന്ന് ഒരു ധൂർത്തടിക്കുന്ന ഒരു രീതി ഇന്ന് കാണുന്നില്ല. എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഒരു വീട് വയ്ക്കുന്നതിലായിട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു പ്രസംഗം ഉണ്ടായി. എല്ലാവരും അത് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ജനറലായിട്ടുള്ള ഇതുപോലുള്ള പ്രസംഗങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ പാർലമെന്റിൽ പറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള ചില ധ്വനികളുണ്ട്, ചില പോയിന്റേഴ്സ് ഉണ്ട്. ആ പോയിന്റേഴ്സ് വെച്ചിട്ട് നാച്ചുറലി അടുത്ത് വരുന്ന ഒരു കാലഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്കും അതുപോലെ നാച്ചുറലി അവിടെ ഏറ്റവും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയായിട്ട്. അപ്പം ചെയ്യേണ്ടത് എന്താ? ഇതെല്ലാം ഒരു ഡൂംസ് ഡേ പ്രഡിക്ഷൻ ആയിട്ട് കാണാതെ പ്രവാസികൾ ഒന്ന് അതിന് ഒരു ടൈറ്റൻ ഓഫ് ബെൽറ്റ് ചെയ്യുക, ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനകത്തൊരു പോസിറ്റീവ് ഇതെന്ന് പറയുന്നത് ഈ യുദ്ധം കാരണം ഉണ്ടായിട്ടുള്ള ഡിസ്ട്രക്ഷൻ റീകൺസ്ട്രക്ട് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള പരിചയം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ല്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു റെഡിനെസ്, ഇതെല്ലാം ഉള്ള ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഇത്രയും വലിയ ഒരു ഡയസ്പോറ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സമൂഹം ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. അപ്പം സൗദിയിലാണെങ്കിലും ദുബായ്, അബുദാബി, UAE-യിലാണെങ്കിലും ഖത്തർ മുതലായ രാഷ്ട്രങ്ങളിലാണെങ്കിലും ഒക്കെ അവിടെ നടന്നിട്ടുള്ള യുദ്ധാനന്തര ഒരു ഡിസ്ട്രക്ഷൻ റീകൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു കാര്യം വരും. അതിൽ ഒരു വലിയ തോതിലുള്ള ഇൻവോൾവ്മെന്റ്, കോൺട്രിബ്യൂഷൻ മലയാളികൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആസ് യൂഷ്വൽ, ആസ് ഹിസ്റ്ററി ഹാസ് ഗിവൺ us. അപ്പോൾ ഈ പറയുന്ന ഡൂംസ് ഡേ പ്രഡിക്ഷൻസ് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്, ഡേറ്റ നമ്മളെടുത്ത് പറയുന്നത്. അപ്പോൾ ഈ 91 യുദ്ധകാലങ്ങളാണെങ്കിലും അതിനുശേഷം വന്ന മാന്ദ്യമാണെങ്കിലും കോവിഡ് അനന്തര മഹാമാരി അതിന് ശേഷമുള്ളതാണെങ്കിലും ഒക്കെ സാമ്പത്തിക തകർച്ച
പ്രവചിച്ചെടുത്ത് നിന്ന് കുതിച്ചു മുകളിലോട്ട് പോയിട്ടുള്ള റെമിറ്റൻസ് ആണ് ഞാൻ എൻ്റെ റിസർച്ചിൽ നിന്ന് കാണുന്നത്. അപ്പോൾ 2023 റെക്കോർഡ് കുതിപ്പ് അതൊരു വളരെ വലിയ ഒരു വിമർശകർക്കുള്ള, അല്ലെങ്കിൽ ഇത് ഒരു പൂർണ്ണമായും ഒരു തകർന്നു പോകും എന്ന് പറഞ്ഞവരെ നിശബ്ദരാക്കി അവരാരും തിരിച്ചു വന്നൊരു എന്താ അതിൻ്റെ ഒരു അനാലിസിസ് പറഞ്ഞതായിട്ട് കേട്ടില്ല. എസ്പെഷ്യലി കേരള മൈഗ്രേഷൻ സർവേ വായിക്കുന്നവർക്ക് അറിയാം, മഹാമാരിക്ക് ശേഷം ഈ പറയുന്ന പ്രവാസി പണമൊഴുക്ക് കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തുകയും ചെയ്തു. അപ്പോൾ 2018 നിന്ന് 154% എന്ന് ഞാൻ പറഞ്ഞു. ആ ലെവലിലുള്ള അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്, അത് അഡീഷണൽ റെമിറ്റൻസസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനിയും ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. മാത്രമല്ല, എക്കോണമി എപ്പോഴും ഒരു എക്സ്പെക്ടേഷൻസിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കണക്കൂട്ടലിലാണ്, അല്ലെങ്കിൽ ആളുകളുടെ ഡ്രീംസിലാണ് എക്കോണമിയും വളരുന്നത്. അത് പ്യുവർലി ജിയോ പൊളിറ്റിക്സോ പ്യുവർലി ഇതല്ല. ഏത് രാഷ്ട്രവും തകർന്നാലും, ഇപ്പം ജപ്പാനിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആണവ യുദ്ധം കഴിഞ്ഞ് തകർക്കപ്പെട്ട ഹിരോഷിമയാകട്ടെ നാഗസാക്കി ആകട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ജപ്പാൻ്റെ ഒരു ഉയർച്ച. സെയിം തിങ് വിത്ത് ജർമ്മനി. അപ്പോൾ ഒരു പീപ്പിൾ വിൽ കം ബാക്ക് വിത്ത് എ വെഞ്ചൻസ്. അത് ഏതാണ്ട് ഇത്രയും വലിയ ഒരു സമൂഹം, ഒരു പക്ഷേ അവിടുത്തെ ഒരു നാഷണൽസ് അല്ലെങ്കിൽ പോലും അവിടെ ഒരു ജീവിതകാലം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമൂഹം വിൽ കം ബാക്ക് വിത്ത് എ വെഞ്ചൻസ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ യുദ്ധാനന്തര എക്കോണമി മിഡിൽ ഈസ്റ്റിലെ ഒരു വലിയ തോതിലുള്ള ഒരു കുതിപ്പുണ്ടാകും, ഒരു റീകൺസ്ട്രക്ഷൻ ഉണ്ടാകും, റെമിറ്റൻസസ് കൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു.